കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ നേരെ ലാൻഡ് ചെയ്ത് എൻ്റെ വീട്ടിലേക്കാണ്. അവിടെ അമ്മ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുന്നതിനിടയിൽ എൻ്റെ ജൂനിയർ കല്യാണം പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മാളു. അതും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം പുറത്ത് മാവിൽ കുറേ കാലം മാങ്ങയില്ലായിരുന്നു, ഇപ്രാവശ്യം മാങ്ങയുണ്ട്. അത് കഴിഞ്ഞ് ദമ്മേൻ്റെ കരിവേപ്പില കൃഷി. എൻ്റെ ഇടയിൽ നിഷ്ണാണ് ഒരു ഗർഭമന കൊണ്ടു, അതിന് കളിയാക്കുന്നതിന് എന്നെ നിലത്തിട്ട് വാരി. വീട്ടിലെ അലക്കുകല്ലൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബാക്ക് പെയിൻ കാരണം. അത് കഴിഞ്ഞ് അവിടെ അമ്മ ക്ലീൻ ആക്കുന്നതിനിടയിൽ കുറേ സപ്പോർട്ടുണ്ട്, അതൊക്കെ നോക്കി നിന്ന്. പിന്നെ വീണ്ടും കിച്ചണിൽ വന്ന് ഇഷ്ടം വെറുതെ ഈ ഫ്രിഡ്ജ് തുറക്കുന്ന സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ പോയി അമ്മയ്ക്ക് സാരി എന്തോ നോക്കണമായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ പറയായിരുന്നു, ഇത് അച്ഛൻ കല്യാണത്തിന് മുന്നേ മേടിച്ചു തന്നതാണ്. അത് കഴിഞ്ഞ് താഴെ വന്ന് വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഉപ്പേരി വെക്കാനും കണി വെക്കാനും 2 ചക്ക തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഴയിലൊക്കെ പുഴു വന്ന് കേടായി അതിൻ്റെ ഇലയൊക്കെ. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് കുറച്ച് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് നിഷ്ണാനൊന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. പോയി വരുമ്പോഴേക്കും നമ്മൾ ടേബിൾ മേലെല്ലാം ഫുഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള തിരക്കായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മാം തന്ന ചക്ക വെച്ചതുണ്ടായിരുന്നു, പിന്നെ അമ്മ ഉണ്ടാക്കിയ 2-3 തരം പിക്കിൾസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ് ഫുഡും കഴിച്ച് പിന്നെ ക്ലീനിങ് ആയി, പാത്രമൊക്കെ കഴുകി. പിന്നെ നമ്മൾ ഇറങ്ങി. അമ്മയും നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മേനെ ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ചേച്ചിനോടും പറഞ്ഞോടും ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ വിട്ടത് രാമനാട്ടിലേക്കാണ്. അങ്ങനെ അമ്മേനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. നമ്മൾ കോഴിക്കോട്